ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന രീതിയിലുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ഒരു വാനില ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണിത്. കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമുക്കിത് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഐസ്ക്രീമിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അടികട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്കൊരു 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 ലിറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം 2 കപ്പാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഐസ്ക്രീമിനൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും പാലെടുക്കുമ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാനായിട്ട് നോക്കണം. നല്ല കട്ടിയുള്ള പാല് വെച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കുമ്പോഴാണ് ഐസ്ക്രീം നല്ല ക്രീമി ആയിട്ട് കിട്ടുക. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഈ പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. കട്ടിയുള്ള പാലായതുകൊണ്ട് പെട്ടെന്ന് അടിയിലൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മിക്സ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. കസ്റ്റേർഡ് പൗഡറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലോർ വെച്ചിട്ടും ഈ ഒരു മിക്സ് ഉണ്ടാക്കാം. വാനില ഫ്ലേവറിലുള്ള കസ്റ്റേർഡ് പൗഡറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിലേക്കിനി ഒരു 3 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് കട്ടകളില്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പാലിൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ഒരു 3-4 മിനിറ്റ് സമയം തന്നെ തിളപ്പിച്ചാൽ മതിയാവും. പാല് ഒരുപാട് അങ്ങോട്ട് വറ്റി പോകാൻ പാടില്ല. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്നും അങ്ങോട്ട് വറ്റി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റേർഡ് പൗഡറും പാലും കൂടിയിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ചേർക്കുന്നതിന് മുൻപായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ചേർത്താൽ മതി. ആ കസ്റ്റേർഡ് പൗഡർ അടിയിൽ പോയിട്ട് അടിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ കസ്റ്റേർഡ് പൗഡർ പെട്ടെന്ന് തിക്കായിട്ട് അത് വേവാത്ത പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കട്ടകളില്ലാത്ത രീതിയിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കുറച്ച് അടി കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുകയാണ് ഇതിന് നല്ലത്. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടി പിടിക്കാനും ചാൻസ് ഉണ്ട്. എന്നിട്ടിത് ഏകദേശം ഒന്ന് വേവായി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് മധുരം ചേർത്ത് കൊടുക്കണം. അപ്പോൾ മധുരത്തിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ആ പഞ്ചസാര നന്നായിട്ട് അലിയുന്നത് വരെ ഇളക്കി കൊടുക്കുക. പഞ്ചസാര നന്നായിട്ട് അരിഞ്ഞു വന്നാൽ അത് കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് വരും. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇതിനി ഒരുപാട് അങ്ങോട്ട് തിക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിലായാൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയിലാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനി തണുക്കാനായിട്ട് വെക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മളിനി ഇത് ഐസ്ക്രീമിനായിട്ട് എടുക്കുക. തണുക്കാൻ വേണ്ടി വെക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ വിസ്ക് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഇതിൽ കട്ടകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. പിന്നെ അത് പെട്ടെന്ന് തണുത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചൂടൊന്ന് വിട്ടതിന് ശേഷം നമ്മളത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താലും മതി. ഇപ്പോൾ അത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് 1 കപ്പ് നല്ല തണുത്ത വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന രീതിയിൽ ഒരുപാട് അങ്ങോട്ട് സ്റ്റിഫാക്കേണ്ട ആവശ്യമില്ല. ഐസ്ക്രീമിന് വേണ്ടി ചെയ്യുമ്പോൾ കുറച്ചൊരു സോഫ്റ്റ് പീക്സ് ആയിട്ടാണ് നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് ബീറ്റർ തന്നെ വേണമെന്നില്ല. മിക്സിയിലും ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ മുൻപ് നമ്മളൊരു പപ്പായ ഐസ്ക്രീമിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിൽ മിക്സിയിലാണ് ക്രീം വിപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യമുള്ളവർ ആ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ മതി. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ക്രീം നമ്മൾ നന്നായിട്ട് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കസ്റ്റേർഡ് ചേർത്ത് കൊടുക്കാം. ചേർക്കുന്നതിന് മുൻപായിട്ട് അതിൽ കട്ടകളുണ്ടെങ്കിൽ അതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി ആ കട്ടകളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം മാത്രം ചേർക്കുക. ഇല്ലെങ്കിൽ ഇത് ഈ ക്രീമിൽ മിക്സായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അല്ലെങ്കിൽ പിന്നെ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താലും മതി. അടിച്ചെടുക്കരുത്. 1-2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കുക. എന്നിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ വാനില ഫ്ലേവറിലുള്ള കസ്റ്റേർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ആ ഒരു ഫ്ലേവർ കുറച്ച് കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്തു എന്ന് മാത്രം. അതിന് ശേഷം ഇതെല്ലാം കൂടിയിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് നമുക്ക് ഐസ്ക്രീം സെറ്റ് ചെയ്തെടുക്കാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഇത് നമ്മൾ ഒരു 2 മണിക്കൂർ ഫ്രീസറിൽ വെക്കാം. 2 മണിക്കൂറിന് ശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് വീണ്ടും നമ്മളിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഐസ്ക്രീമിൽ ഐസ് ക്രിസ്റ്റൽസ് വരാതിരിക്കാനും പിന്നെ ഐസ്ക്രീം നല്ല ക്രീമിയായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം വീണ്ടും ആ പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അത് സെറ്റായി വരുമ്പോൾ ഐസ്ക്രീമിൻ്റെ മേലെ ഐസ് ക്രിസ്റ്റൽസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ക്ലിംഗ് റാപ്പോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഇത് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ചുരുങ്ങിയത് ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രീസറിൽ വെക്കണം. അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചാലും മതി. അപ്പോഴേക്കും ഐസ്ക്രീം നന്നായിട്ട് സെറ്റായി കിട്ടും. ഇപ്പം നമ്മുടെ ഐസ്ക്രീം നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഐസ്ക്രീം സെറ്റായി കഴിഞ്ഞാൽ ആദ്യം നമ്മളൊരു 5 മിനിറ്റ് ഇതിങ്ങനെ പുറത്തെടുത്ത് വെച്ചിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കുക കൂട്ടം നല്ലത്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുക. കണ്ടോ, ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന രീതിയിൽ നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്കിത് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയാണ് ഇട്ടിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഐസ്ക്രീമിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. കടയിൽ നിന്ന് നമ്മൾ വാങ്ങുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റിയാണെന്ന് തന്നെ പറയാം. കുട്ടികൾക്കും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്